ഹായ്, എസ് എൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷൻ നമ്മളെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ, നമ്മളുമായിട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ മിക്ക സ്ത്രീകളുടെ ഉള്ളിലും വരുന്നൊരു സംശയമാണ്. സോ അതിന് ഒരു ഉത്തരമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷൻ നിങ്ങളുമായിട്ട് ദീർഘകാല ബന്ധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് എന്തൊരു ഫെയിലിയർ ഉണ്ടാവുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അവർ കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പായിരിക്കും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ അവർ വാക്കുകൊണ്ട് തന്നെ പറയും, അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് തന്നെ അവർ കാണിക്കുന്ന ആളുകളുണ്ട്. അതായത് ചില ആളുകൾ എന്ന് പറയുമ്പോൾ വാക്കുകൊണ്ട് നമ്മൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് കൂടെ നിൽക്കും. ഓഫ് കോഴ്സ് കൂടെ നിൽക്കുന്നുണ്ടായിരിക്കും, എങ്കിലും വാക്കുകൾ കൊണ്ടുകൂടി അവരത് പറയും എന്നുള്ളതാണ്. ചിലർ വാക്കുകൊണ്ട് പറയുണ്ടാവില്ല, പക്ഷെ പ്രവൃത്തി കൊണ്ട് അവരത് കാണിച്ചു തരുന്നവരുണ്ട്. അപ്പൊ ശരിക്കും നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളുമായിട്ട് ഒരുപാട് കാലം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫെയിലിയർ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കൂടെ നിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ, നമ്മളെ ഒന്ന് സമാധാനിപ്പിക്കാനേ ശ്രമിക്കുകയുള്ളൂ. ഏതൊരു ഘട്ടത്തിലും നമ്മുടെ കൂടെ നിൽക്കാൻ അവർക്ക് മടി ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്ത, അതായത് കുറച്ചു കാലം നോക്കിയിട്ട് ആളെ വിട്ടേക്കാം എന്ന് വിചാരിക്കുന്ന ടൈപ്പുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫെയിലിയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞു പോലും നോക്കില്ല, അവരവരുടെ കാര്യം നോക്കി പോകുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുമായിട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളുടെ തോൽവികളിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളായിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ സ്വഭാവത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ചില ആളുകളുണ്ട്, ചില സമയങ്ങളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പെരുമാറുക, പിന്നെ ചില സമയങ്ങളിൽ ഭയങ്കര കെയറിങ് ആയിരിക്കും, ചില സമയത്ത് ഭയങ്കര ദേഷ്യമായിരിക്കും. ഇങ്ങനെയുള്ളവരുണ്ട്. ഇവരെന്ന് പറയുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല, എപ്പോഴും ഒരേപോലെ തന്നെ ആയിരിക്കും. സ്ഥിരം എപ്പോഴും നിങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ആളായിരിക്കും, സ്നേഹത്തോടെ എപ്പോഴും പെരുമാറുന്ന ആളായിരിക്കും. അതിലിങ്ങനെ കുറവ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ചില സമയത്ത് ഭയങ്കര കൂടുതൽ, അങ്ങനെയൊന്നും ആവില്ല. ചില സമയങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സ്നേഹമായിട്ടിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളെ കെയർ ചെയ്യുന്നത് കൂടുതലായിരിക്കും, സ്നേഹിക്കുന്നത് കൂടുതലായിരിക്കും. അതൊക്കെ ഓക്കെയാണ്. അതല്ലാതെ ബാക്കി എല്ലാ സമയങ്ങളിലും ദേഷ്യപ്പെടുക, അങ്ങനെയൊന്നും ഇവർ നിങ്ങളോട് ചെയ്യില്ല. ഈ ഒരു കെയറിങ് ഒക്കെ എപ്പോഴും ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സ്വഭാവത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവണതയൊന്നും അവരുടെ കാര്യത്തിൽ ഉണ്ടാവില്ല. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അവരുടെ ഇമോഷണൽ സൈഡ് അത് അവർ ഓപ്പൺ ആക്കും എന്നുള്ളതാണ്. വേറൊന്നുമല്ല, ഇപ്പൊ അവർക്ക് ഉണ്ടായിരിക്കും ഒരുപാട് കാര്യങ്ങളിൽ വിഷമങ്ങളും, അതല്ലെങ്കിൽ പേടി ഉണ്ടായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഒക്കെ അവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്നു പറയുന്നുണ്ടാവും. മിക്ക പുരുഷന്മാരും അങ്ങനെ ചെയ്യാൻ മടിക്കുന്ന ആളുകളാണ്. പക്ഷെ അവർ ആരുടെ അടുത്താണ് ഇതൊക്കെ ഓപ്പൺ ആയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ അവരുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനോടായിരിക്കും. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അവര് സ്നേഹിക്കുന്ന ആ ഒരാളോടായിരിക്കും. അതായത് ഒരു ലൈഫ് ലോങ് കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരാളോട് അവർ പറയും എന്നുള്ളതാണ്. അപ്പൊ ഇവരങ്ങനെ അവരുടെ വീക്ക് പോയിന്റ്സ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും, അവരുടെ വിഷമങ്ങളാണെന്നുണ്ടെങ്കിലും, എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ശരിക്കും അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് താൽക്കാലികമായിട്ടല്ല, എന്നേക്കുമായിട്ട് നിങ്ങളുടെ കൂടെ അവരുണ്ടാകണമെന്ന് അവർ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ അങ്ങനെ അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ ഇമോഷണലി അവർ ഡൗൺ ആവുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങളുടെ കൂടെ ഇരിക്കുകയും അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദീർഘകാല ബന്ധം അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സംശയം ഒന്നും തന്നെ വേണ്ട. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫീലിങ്സ് അവർ കൺസിഡർ ചെയ്യും എന്നുള്ളതാണ്. പലപ്പോഴും പല സ്ത്രീകളും പറയുന്ന ഒരു കംപ്ലൈന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫീലിങ്സ് ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കൺസിഡർ ചെയ്യാൻ അവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് വിഷമാണെന്നുണ്ടെങ്കിൽ കൂടെ ഇരിക്കാൻ അവർ ശ്രമിക്കും, നിങ്ങളെ സമാധാനിപ്പിക്കാനും അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് സന്തോഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷം എങ്ങനെ കൂടുതലാക്കാം എന്നുള്ളതാണ് അവർ അന്വേഷിക്കുന്നുണ്ടാവുക. അല്ലാതെ അതെങ്ങനെ തല്ലിക്കെടുത്താമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള പേടിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് മാറ്റാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അതേപോലെ നിങ്ങൾക്ക് അവരോട് സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ അത് അവർ പെട്ടെന്ന് മനസ്സിലാക്കും. അവർ അവരുടെ ഫീലിങ്സും നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളായിരിക്കും. സോ നിങ്ങളുടെ എന്ത് ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും അതിനെ റെസ്പെക്ട് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും ശരിക്കും നിങ്ങളുമായിട്ട് ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സൺ. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അവർ നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പലർക്കും ഉള്ള ഒരു വിഷമം എന്ന് പറയുന്നത്, എന്നോട് സംസാരിക്കാൻ പോലും സമയമില്ല എന്നുള്ളതാണ്. ഏതൊരാൾക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന എന്നാൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം തന്നെയാണ്. ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സമയം കൊടുക്കാത്ത ആളുകൾ വരെ ഉണ്ട്. പക്ഷെ ഇവരെങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര തിരക്കാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം അവർ സ്പെൻഡ് ചെയ്യും. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ കേൾക്കാൻ തയ്യാറാവും എന്നുള്ളതാണ്. ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും.
എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, അവരെ നിങ്ങൾ സ്നേഹിക്കുന്ന അതേപോലെ ഇവർ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര തിരക്കിനിടയിലും സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ ഒരാള് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇനിയും നിങ്ങളെ എപ്പോഴും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഒക്കെ. അപ്പൊ അത് നിങ്ങൾ കൂടി മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ നിങ്ങളുമായിട്ട് ഒരു ദീർഘകാല ബന്ധം ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരിൽ കാണാൻ പറ്റും, ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരാളാണെങ്കിൽ ഇനി നിങ്ങളുടെ ഉള്ളിൽ ചെറിയ ചെറിയ സംശയങ്ങൾ പോലും വേണ്ട. അതായത് ഇവരെ കുറിച്ച് ഇനി ഇവർ ഇട്ടിട്ട് പോകുമോ, അല്ലെങ്കിൽ ഇവർക്ക് എന്നെ ശരിക്കും ഇഷ്ടമാകുമോ, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇത്രയും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞു കുഞ്ഞു സംശയങ്ങളുടെ ആവശ്യം പോലും ഇല്ല. കാരണം അവിടെ ക്ലിയർ ആണ്, അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ തന്നെയാണ് അവർ സ്നേഹിക്കുന്നത്. ഇനി അങ്ങോട്ടും അവർ നിങ്ങളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിൽ വിള്ളൽ വീഴ്ത്താതിരിക്കേണ്ടത് നിങ്ങളുടെയും കൂടി ആവശ്യമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്